ഹായ്, നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഷോർട്സ് കണ്ടവർക്ക് അറിയാൻ പറ്റും എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വിജോട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. എന്താ വേട്ട എന്ന് ഉണ്ടാക്കാൻ പോണേ? ബീട്രൂട്ട് റൈസ്. വലിയ ഡിഷ് ഒന്നുമല്ല, പെട്ടെന്ന് വിജോട്ട സ്ഥിരം ഡിഷസിൽ പെടുന്നതാണ്. ബീട്രൂട്ട് റൈസ്, ക്യാരറ്റ് റൈസ്, അങ്ങനെ ടൊമാറ്റോ റൈസ്, അങ്ങനെ കുറച്ച് റൈസസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ബീട്രൂട്ട് റൈസ് അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് 2 പേർക്കുള്ള ബീട്രൂട്ട് റൈസാണ്. അപ്പോൾ ഇതാ വിജോട്ട സവാളയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ബീട്രൂട്ടൊക്കെ മുറിച്ച് കഴുകിയോ? കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ ആള്. പറയൂ വെച്ചിട്ടാ എന്താണ് ചെയ്യണമെന്ന്. ബീട്രൂട്ട് റൈസ്, ക്യാരറ്റ് റൈസ്, പൊട്ടറ്റോ റൈസ് ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പൊട്ടറ്റോയുടെ ഒക്കെ എങ്ങനെയാണോ മെഴുക്ക് പുരട്ടി ചെയ്യുന്നത് ആ സ്റ്റൈലിലാണ് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്. മെഴുക്ക് പുരട്ടി ഇതിൻ്റെയൊക്കെ തോരൻ ഉണ്ടാക്കാൻ പറ്റും, ബീട്രൂട്ട് തോരൻ, ക്യാരറ്റ് തോരൻ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മെഴുക്ക് പുരട്ടി ആകുമ്പോഴേ ഈ റൈസിന് ഒരു ടേസ്റ്റ് വരുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഗോൾഡ് വിന്നർ ഒഴിക്കാം, വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, പ്രത്യേക ടേസ്റ്റ് ആണല്ലോ വെളിച്ചെണ്ണയ്ക്ക്. സോ നമ്മൾ സാധാരണ പോലെ തന്നെ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചു. എന്തൊക്കെയാണ് വിജോട്ടം എടുത്ത് വെക്കേണ്ടത്? കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടിയുണ്ട്, ഇത് 3. ഓക്കെ. സാധാരണ പോലെ തന്നെ എണ്ണ ചൂടായി എന്ന് തോന്നുമ്പോൾ നമ്മൾ കടുക് ശാസ്ത്രത്തിനിട്ടാൽ ഒരുപാട് കടുക് ഇടുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എനിക്കുണ്ട്, എനിക്ക് ഡിഷസിൽ ഒരുപാട് കടുക് ഞാനില്ല. കടുക് വളരെ കുറച്ചിട്ട് പേരിന് മാത്രം ഇട്ട് അത് മാറ്റി വെച്ചു. എണ്ണ പുകയുമ്പോൾ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ സാധാരണ പോലെ നമ്മൾ സവാള ഇടും. സോ കടുക് പൊട്ടി തുടങ്ങി നമ്മൾ സിമ്മിലാക്കി ആസ് യൂഷ്വൽ സവാള കംപ്ലീറ്റ് ഇതിനകത്ത് പൊട്ടി. ഓക്കെ, സാധാരണ അതേ പരിപാടികൾ തന്നെ. ഞാൻ ഇത്രയും വളരെ പൊടിയായിട്ടൊന്നും എനിക്ക് സാധാരണ അരിയാനുള്ള ക്ഷമയില്ല, അതുപോലെ അത് കിട്ടുകയില്ല. അതിൻ്റെ വെങ്കായം, ഈ പറഞ്ഞ സവാള എന്ന് പറയുന്ന സാധനം കുറച്ച് തിക്കായിരിക്കും. സിമ്മിൽ വെച്ചിട്ട് ഇത് ചെയ്യാവൂ. പിന്നെ ഇത് എണ്ണയിൽ നന്നായി മിക്സായ ശേഷം, ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്, എന്തായാലും അത് മിക്സായ ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ബ്രൗൺ ആവാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒന്ന് അത്യാവശ്യം, പിന്നെ ഇത് ഈ പറയുന്ന നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് ചൂട് പാടുമില്ല, കാരണം മെറ്റീരിയൽ കേട് വരും. ആവറേജ് വെങ്കായം, ഈ പറഞ്ഞ പോലെ സവാള, നമ്മൾ 2 ഭാഷയുണ്ട്, വെങ്കായം, സവാള. ഇത് ഒന്ന് ചുവക്കാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കണം. ഇതൊരു ഏകദേശം ഒരു ചുവപ്പിൻ്റെ ലെവലിലെത്തണം. വിജോട്ടെ കൊണ്ട് നമുക്കൊരു പാട്ട് പഠിച്ചാലോ? വിജോട്ടെ പാടുവോ? 2 പേര് പാടാം, വരികൾ ഓർമ്മ വരട്ടെ. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോണേ? പുലരിത്തൂ മഞ്ഞു തുള്ളി പുഞ്ചിരിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു. പുലരിത്തൂ മഞ്ഞു തുള്ളി. ഒരു ഹിന്ദി പാട്ട് കൂടെ പാടുവോ ചേട്ടാ? ഹിന്ദി വരികള് തെറ്റിയാ ക്ഷമിക്കുക. ഓക്കെ ഓക്കെ, ഞങ്ങൾ ക്ഷമിച്ചു. कितना पागल है मैं प्यार तुमसे करता है, मेरा दिल भी कितना पागल है मैं प्यार तुमसे करता है, जब सामने जब तुम आते हो, पर सामने जब तुम आते हो, लाते करता है मेरे साजन, ओ मेरे साजन, साजन मेरे साजन, मेरा दिल भी कितना पागल है मैं प्यार तुमसे करता है. പിന്നെ സവാള ഒരുവിധം കരിഞ്ഞ് ബ്രൗണ് അല്ലെങ്കിൽ റെഡ്, കരിഞ്ഞില്ല, ഒരുവിധം റെഡ് ആൻഡ് ബ്രൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ചുരുങ്ങുകയും ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ബീട്രൂട്ട് എടുത്തതിനകത്ത് ഡയറക്റ്റ് ഇടുക. ബീട്രൂട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലും പൊടിയായിട്ട് അരിയേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വലിയ പഴക്കമില്ലാത്തതുകൊണ്ടും ക്ഷമയില്ലാത്തതുകൊണ്ടും ഞാനത് വലുതായി കട്ട് ചെയ്തു. പൊടിയായി അരിഞ്ഞാൽ ഇനിയും ടേസ്റ്റ് കൂടുതൽ സാധ്യതയുണ്ട്. ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ മസാലയായിട്ട് സെറ്റ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടിക്ക് തരുന്നതൊക്കെ വലിയ പീസുകളാണ്. അവരൊന്നും പൊടിയായിട്ടൊന്നും അറിയില്ല. ചില സ്ഥലങ്ങളിൽ കിട്ടും. തമിഴ്നാട് ചില ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബീട്രൂട്ട് പേരിന് അരിഞ്ഞ പോലെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഏകദേശം അതുപോലെ ഉണ്ട്. കുറച്ചുകൂടെ പൊടിയായിട്ട് നിങ്ങൾ അരിയാൻ സാധിച്ചാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരും.
സോ വെങ്കായത്തിൻ്റെ കൂടെ നമ്മൾ ഇതിട്ടിട്ട് കഴുകിയ ബീട്രൂട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്തെല്ലാം സിമ്മിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ പ്രത്യേകത ഈ പറയുന്ന പോലെ സവാളയും ഇതും കൂടെ നല്ലോണം മിക്സ് ആവണം. ബീട്രൂട്ടും സവാളയും കൂടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പച്ച ടേസ്റ്റ് വരും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോഴും എവിടെയെങ്കിലും സവാളയുടെ പീസ് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് നന്നായിട്ട് ബ്രൗൺ ആവും. ഈ പറഞ്ഞ ബീട്രൂട്ട് കുറച്ച് വലുതായി പോയി, കുഴപ്പമില്ല. ഇപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ കണക്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, മഞ്ഞപ്പൊടി എന്ന് പറയുന്ന സാധനം ഒരു നുള്ളിൻ്റെ നുള്ളിടാം. കാരണം ഇത് വിഷാംശം കളയാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത്. ഇത് എന്തെങ്കിലും തരത്തിൽ ജാസ്തി പൊയ്ക്കഴിഞ്ഞാൽ വാഴയിൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം വരുതാം. നുള്ളെന്ന് പറയാനുമില്ല, വെറും ശാസ്ത്രം തയ്ക്കാനായിട്ട് മാത്രം മഞ്ഞപ്പൊടി. പിന്നെ ഇതിനകത്ത് ഒരുപാട് മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചി ചേർക്കണില്ല, വെളുത്തുള്ളി ചേർക്കണില്ല, പച്ചമുളക്. മുളക് പൊടി ആവശ്യത്തിന് നമുക്കിടാം. പച്ചമുളക് ഇട്ട് ചെയ്യാം. പക്ഷെ മുളക് പൊടിയാണ് ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി. പലപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മിസ്സാവാൻ സാധ്യതയുള്ളത് ഉപ്പിടാൻ മറക്കുക എന്നുള്ളതാണ്. ഉപ്പിടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതൊരു പണിയാണ് ശരിക്ക്. കാരണം അത് പിന്നീട് ചേർത്താലും ഈ ഒരു ടേസ്റ്റ് വരില്ല. ഉപ്പും എല്ലാം ആവശ്യത്തിന് നമ്മൾ 2 പേരുടെ റൈസ് അല്ലേ, നമുക്കിത് കുറച്ചിട്ടാൽ മതി. കാരണം വീണ്ടും നമുക്ക് വീണ്ടും സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിനുണ്ട്. കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് വഴിയില്ല. സോ അതാണ്. ബീട്രൂട്ട് വേവാനായിട്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും അറിയാമല്ലോ, ബീട്രൂട്ട്, ക്യാബേജ്, ക്യാരറ്റ് ഇത്യാദി സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വെള്ളം ഒരുപാട് ആവശ്യമില്ല, പെട്ടെന്ന് വേവും. നമ്മൾ അരികിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും ഉള്ളിലേക്ക് കയറ്റുക. തുടയ്ക്കുക. ഓക്കെ, ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഈ പറയുന്ന പോലെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഞാൻ പറഞ്ഞ പോലെ പേരിന് മാത്രം, ജസ്റ്റ് ഉപ്പും. ഈ ബീട്രൂട്ടിൽ നിന്നും വരുന്ന ആ നീര് അത് തന്നെ ഒരു ടേസ്റ്റാണ്. അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ മസാലപ്പൊടിയോ ചിക്കൻ മസാല അങ്ങനെ വല്ലതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് ഒന്ന് മാറി വേറെയൊക്കെ പോകും. അത് ഇതിൻ്റെ റൈസിന് ഒരു സുഖം കിട്ടില്ല. ചിലത് പലതരം മസാലപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇടാം, പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതിൽ വരില്ല. അത് വേറൊരു ടേസ്റ്റാണ്. അത് എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മുളക് പൊടിയുടെ കൂട്ടത്തിൽ മസാലപ്പൊടികൾ വല്ലതും ഇടാം. ഇത് വിജോട്ട സ്പെഷ്യൽ ബീട്രൂട്ട് റൈസ് ആണ്. അപ്പോൾ വിജോട്ട ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് കുട്ടികൾക്ക്. ഒരു നേരം എനിക്ക് വയ്യെങ്കിൽ വിജോട്ട ഉണ്ടാക്കുന്ന റൈസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കി അത് ടിഫിൻ ബോക്സിൽ ഇരുന്നത് പാകം വന്നിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് അത് കൂടുതൽ നന്നായിട്ട് ടേസ്റ്റ് വരിക. നമ്മൾ ഈ പാത്രഭാഗം എന്ന് പറയാറുണ്ടല്ലോ, ഈ ചൂടോട് കഴിക്കുന്നത് ഒരു ടേസ്റ്റാണ്. എങ്കിലും അത് ഇരുന്നിട്ട് അതിന് ശേഷം പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ആ സമയം കിടക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ വിജോട്ടയാണ് കുട്ടികളെ രാവിലെ ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കി അയക്കുക. വെള്ളം മുളക് പൊടി എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. സോ ഇതിനി നമുക്ക് വേവാനായിട്ട് ഫ്ലെയിം കൂട്ടി അടച്ചു വെക്കുക. ഓക്കെ, ബാക്കി പരിപാടി ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ആദ്യം നമ്മൾ സവാളയും ബീട്രൂട്ടും അരിയുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അരി വേവിച്ച് വെക്കുക എന്നുള്ളതാണ്. അരി വേവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം സാധാരണ ചോറ് കഴിക്കുന്ന വേവൊന്നും പാടില്ല. അതൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ് വരുമ്പോൾ അത് മൊത്തത്തിൽ ഉപ്മാവ് പോലെ. അങ്ങനെ വരാതെ ഒരു അര വേവൊക്കെ പാടുള്ളൂ. ഒരു അര വേവിൻ്റെ പാകത്തിൽ അരി വേവിച്ച് കഴിഞ്ഞാൽ അത് അടച്ച് റെഡിയാക്കി വെക്കുക. ബാക്കി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി അരിയുടെ പരിപാടികൾ നമ്മൾ വരിക. സോ ഇത് എപ്പോഴും ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ആ വെള്ളമൊക്കെ വറ്റുന്നോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് തുറന്ന് നോക്കേണ്ടതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വെന്തോ ചെക്ക് ചെയ്യാൻ പോകണം ജസ്റ്റ്. ഓക്കെ, ബീട്രൂട്ടൊക്കെ പോകാൻ ഇത്രേ വേണ്ടൂ. പക്ഷെ ഒരു പ്രശ്നം ഇതിനകത്ത് ആ കൂടെ ഈ റൈസിൽ നെഗറ്റീവ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിന്റെ മധുരം. ചില ബീട്രൂട്ട് കഴിങ്ങൾക്ക് ഭയങ്കര മധുരമായിരിക്കും. അപ്പം നമ്മൾ മുളക് പൊടി ഒന്നുകൂടെ ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകണം. സ്വല്പം കൂടെ മുളക് പൊടി നമുക്കിടാം, മധുരത്തിനെ തകർക്കാനായിട്ട്. സോറി, അതാ കണ്ടോ വിജോട്ട അവിടെയൊക്കെ കൊട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു വരപ്രസാദമാണ്. എടുക്കുന്ന സാധനം താഴെ തട്ടിക്കളയാന്നുള്ളൊരു വരപ്രസാദം. ഓക്കെ, ഫോർ ഇൻഫർമേഷൻ. സോ മുളക് പൊടി ഒന്നും നമ്മൾ ഇട്ടു. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ റൈസ് പതുക്കെ ഇതിലേക്ക് നമ്മൾ ഇറക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ പകുതി വേവിൽ നിൽക്കുന്ന അരിയാണിത്. ഇത് തന്നെ വേവ് ജാസ്തിയായിട്ട് എനിക്ക് തോന്നുന്നു, പക്ഷെ ഇതിൽ കുറച്ച് കുറവാണ് വേണ്ടത്. നമ്മൾ ഇതിനകത്ത് തള്ളുന്നു. ഈ ക്വാണ്ടിറ്റി അല്ല, ഇതൊക്കെ കൂടും. കാരണം ഇത് പൂർണ്ണ രൂപത്തിലേക്ക് വെന്തെത്തുമ്പോൾ ക്വാണ്ടിറ്റി കൂടും. പിന്നെ ബീട്രൂട്ടും കൂടെ ആഡ് ആവുമല്ലോ. നമ്മൾ റൈസ് ഇതിലേക്ക്
ഇറക്കി കൊട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബാക്കി കുറച്ചുകൂടെ കുഴിയുള്ളൊരു പാനാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഞാനിത് പരന്നത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടില്ല, നന്നായിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കറക്റ്റ് ആണ്. അതായത് ഒരാൾക്കാണെങ്കിൽ ഒരു ബീട്രൂട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഈ വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് മതിയാവും. 2 പേർക്ക് ഇതേ വലുപ്പത്തിൽ 2 ബീട്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. തീരെ കൂടാനും പാടില്ല ബീട്രൂട്ട്, തീരെ കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ റൈസിന് ഒരു ടേസ്റ്റോ മസാലയോ ഇതോ ഒന്നും വരില്ല. കൂടിക്കഴിഞ്ഞാൽ അത് കൂടുകയും ചെയ്യും, അറിയാമല്ലോ പൊതുവേ. സോ ഇത് തന്നെ വേവ് കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്തിയായിട്ട് തോന്നും. അപ്പോൾ അരി നമ്മൾ അരി വേവിക്കാനായിട്ട് ഇടുമ്പം ഫസ്റ്റ് ടൈം അത് വെള്ളം പൊന്തി വന്നു കഴിഞ്ഞാൽ അരിയാണ് എന്നാൽ അരിയല്ല എന്നാൽ ചോറായിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴേ എടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും ഈ വേവ് ഇഷ്ടപ്പെട്ടോളം എന്നില്ല. സോ നമ്മൾ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് സാധാരണ ബോയിൽഡ് റൈസ് ആണ്. ഇത് ജീരക സംബയിലോ അതുപോലെ കുറച്ചുകൂടെ ഉഷാറാവും. നല്ല ബസ്മതി അരിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനിയും നന്നായിരിക്കും. ആക്ച്വലി വ്യൂവേഴ്സ് വിചാരിക്കേണ്ടാവും ഇതിലിപ്പോ എന്താ അത്ര പ്രത്യേകത, കാരണം ഇതിലൊന്നും ചേർത്തിട്ടില്ല. സിമ്പിൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ ഒരു ഡിഷ് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ടേസ്റ്റ് ബീട്രൂട്ട് കഴിക്കാവുന്നവർക്ക് ഇത് ഇഷ്ടം, ബീട്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് തൊടാനേ പറ്റില്ല. കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ബെസ്റ്റ് ലഞ്ച് ബോക്സ്. ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിയുടെ വേവിന് പുറമെ അരിയുടെ വേവ് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു. ഉപ്പിന്റെ ഒരു ഇത് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് എടുക്കുന്നുണ്ട്. കറക്റ്റ് ആണോ? പോരാ. ഓക്കെ, ഉപ്പ് നമ്മൾ കുറച്ചുകൂടെ എടുക്കുന്നു. ചേട്ടാ ആ ബൗള് എടുക്കണ്ട, ഭരണി എടുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ നിന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഞാനും പൊട്ടും. എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ എല്ലാം സിമ്മിലാണ് വെക്കേണ്ടത്. കാരണം അധികം ഫ്ലെയിമിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് ഇളക്കിയ ശേഷം സപ്പോസ് ഇങ്ങനെ ബീട്രൂട്ട് നമുക്കൊരു പക്ഷേ വേവ് കുറവായി തോന്നി, അല്ലെങ്കിൽ അരിയുടെ വേവ് പോരാ കുറച്ചുകൂടെ കൂടാമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്താലും മതിയാവും. ഓക്കെ, നമ്മൾ ഇനിയാണ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഇതിനകത്ത് അപ്ലൈ ചെയ്യും. അതിലാണ് ആ ടേസ്റ്റിൻ്റെ ഇത് കിടക്കുന്നത്. ഓക്കെ, നല്ലോണം ഈ ഉപ്പ് ഇപ്പോൾ 2ാം തവണ ഇട്ട ഉപ്പ് മിക്സായ ശേഷം ഒരു മൂടി എടുത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റും ഒഴിച്ചിട്ട് ക്ലോസ് ചെയ്യും. നമ്മൾ ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കുന്നു എല്ലാ സ്ഥലത്തും. അടച്ചു വെക്കണ്ടേ? പിന്നെ ഇപ്പൊ തന്നെ ഇത് ചുവയോ നല്ല സ്റ്റൈലൻ സാധനമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അരിയുടെ അളവ് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് താളിക്കുന്ന സമയത്ത് ചെയ്യും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കടലേക്ക് ഇടാൻ പറ്റും, കാഷ്യൂനട്ട് ഇടാൻ പറ്റും. ഇനി റിച്ച് ആക്കാനായിട്ട് സഹായിക്കും. ഞാൻ ചില സമയത്ത് നിലക്കടലേക്ക് ഇടും. ഇതിനകത്ത് കാഷ്യൂ ചിലപ്പോൾ കണ്ണിന് മുമ്പിൽ കിട്ടിയാൽ എടുത്തിടും. തപ്പിയെടുത്ത് തിരഞ്ഞെടുത്തിടാൻ ക്ഷമയില്ല. സോ ഇതിങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വയ്ക്കും. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വയ്ക്കാം. അതിനുശേഷം ഇത് എങ്ങനെയാണെന്നുള്ളത് പറയാം. അങ്ങനെ ഇത് ഇടയ്ക്ക് നമ്മൾ തുറന്ന് ശ്രദ്ധിക്കണം, അടിപ്പിടിക്കാതെ നോക്കണം. നമ്മുടെ ബീട്രൂട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒരു ടിപ്പ് കൂടെ ചേർക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിക്കാനും പറ്റും. വെജ് നോൺ വെജ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചിട്ട്, കാരണം മണ്ടോക്ക് മസാല ഒക്കെ ഓൾറെഡി ഉണ്ടല്ലോ, ഒഴിച്ച് കഴിഞ്ഞാൽ അതും കൂടെ ചേർന്ന് ഇതിനകത്ത് മിക്സായ വേറൊരു ടേസ്റ്റ്. പക്ഷേ ഞാനതിനെ പരീക്ഷിച്ചിട്ട് ശ്രമിക്കാവുന്ന ബീട്രൂട്ട് എഗ് റൈസ് അല്ലേ? ബീട്രൂട്ട് റൈസ് പലർക്കും ഉണ്ടാക്കാൻ അറിയും, നിറയെ ചെയ്യുന്നതിന് പുതിയൊരു വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ കാര്യത്തിൽ ചെയ്യണം. അല്ലാതെ അതിട്ട് കഴിഞ്ഞാൽ ബീട്രൂട്ട് പച്ചയായിട്ടുള്ള ടേസ്റ്റ് വരും, മസാല മിക്സ് ആവില്ല. ഇതാണ് ഇതിൻ്റെ. ഓക്കെ, ഓഫ് ചെയ്യാൻ പോകുന്നു. റൈറ്റ്, അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. വെറുതെ പറയണമല്ല കേട്ടോ, വിജേട്ടൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണമല്ല. അധികം മസാലകളൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ വിജേട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കഴിക്കാറില്ല കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ എനിക്കുണ്ടാവും. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കഴിക്കണത്. നന്നായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ചേട്ടാ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്യൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണം കേട്ടോ. വിജേട്ട കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പം
അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാം നമുക്ക് മനോധർമ്മത്തിനനുസരിച്ച് പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാൻ പറ്റും. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. മുട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് എഗ് ബീറ്റ്റൂട്ട് റൈസ് ആവും. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ചമ്മന്തിപ്പൊടി മുകളിൽ, ഓരോ ടേസ്റ്റ് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എനിക്ക് ഞാൻ സംഭവങ്ങൾ ഭയങ്കര ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ മിക്സ് ചെയ്ത് നോക്കും. ചമ്മന്തിപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിൽ, ഒരുപാട് വേണ്ട, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റൈസ് ഉണ്ട്, കുറച്ച് ഇങ്ങനെ വെതറിയിട്ട് വേറൊരു ടേസ്റ്റ്. ഓക്കെ, വീണ്ടും കാണാം. ബൈ.